ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശയാണ്. ദോശയും സാമ്പാറുമാണ്. ഞാനിത് ദോശക്ക് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരി ദോശയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. മോർണിംഗ്. അപ്പോൾ ഇന്നിവിടെ ലീവാണ് കേട്ടോ. ഇവിടെ പബ്ലിക് ഹോളിഡേയാണ്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് ഇന്ന് ദിവസം തുടങ്ങി. ഇപ്പോൾ ദോശ വേണം. ഇന്നത്തെ സാമ്പാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും. അപ്പോൾ എൻ്റെ പുറകിൽ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ട് ഇതൊരു സാധനം പറിക്കാൻ പോവുകയാണ്. അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ തേങ്ങയുടെ പുറം നല്ലപോലെ ചിരട്ടയുള്ള തേങ്ങയുടെ തൊണ്ട് നല്ലപോലെ മുറിച്ചിട്ട് നമ്മുടെ ദോശക്കല്ല് എണ്ണ തേക്കാൻ വേണ്ടി നല്ലപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കുത്തിത്തരും കേട്ടോ. പക്ഷെ അതൊക്കെ തീർന്നു 2 വർഷമായിട്ട് നാട്ടിൽ പോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ വാഴയുടെ ഇതെടുക്കാൻ വന്നതാണ്. പക്ഷേ ഞാൻ സ്റ്റാൻഡ് വെച്ചപ്പോൾ എൻ്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. മക്കൾസൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. സ്റ്റാൻഡ് ഒരു ഭാഗവും ഞാനൊരു ഭാഗമാണ് ഇട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നു. പക്ഷെ അതെടുത്ത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ഇന്നലെ വിളിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് അതിൻ്റെ തെറ്റ് നല്ലപോലെ ഇങ്ങനെ കൊത്തിയിട്ട് ബ്രഷിൻ്റെ ആ ഒരു ഇതുപോലെ ആക്കണമെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ നേരിട്ട് കൊണ്ടുപോയിട്ട് എണ്ണയിലിടുവാണ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ദോശക്കല്ലിൽ എണ്ണ കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. ഈ ദോശക്കല്ല് നേരിയതായതുകൊണ്ട് കുറച്ചധികം ചൂടാകുമ്പം എനിക്ക് ചൂടാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ദോശ ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ രണ്ടാമതേക്ക് ഒഴിക്കും കേട്ടോ. പക്ഷേ ദോശ നല്ല ദോശയാണ്. എൻ്റെ ആ സാധനം അതായത് എണ്ണ തേക്കുന്നത് പോയതുകൊണ്ട് ഞാൻ വാഴേൻ്റെ അതെടുത്തിട്ട് ഇട്ടു. നമുക്ക് അടുത്ത പ്രാവശ്യം അത് പൊട്ടിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞ പോലെ അതിന് തെറ്റൊക്കെ ചെറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ദോശയും സാമ്പാറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണിക്ക് ചോറ് ഇതാ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മട്ടൻ്റെ മസാല മട്ടനൊക്കെ ഇട്ട് മസാല ഉണ്ടാക്കുന്ന ചേട്ടനാണ്. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. മസാല ഇതാ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ഒരു 2 ഗ്ലാസ് അരി 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഓയിൽ അതായത് നമ്മുടെ നെയ്യ് ചൂടായിട്ട് ഗ്രാമ്പൂ പട്ട ഏലക്കായ് പെരിഞ്ചീരകം അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഊറ്റിയെടുത്തായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഊറ്റിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ആ ഒരു ചോറിൻ്റെ ഒരു പറ്റലുണ്ടല്ലോ അത് മാറിക്കിട്ടും. അപ്പോൾ ഏട്ടൻ്റെ മസാല ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. നമ്മളെ ബിരിയാണിന് നമ്മൾ തന്നെ പുകഴ്ത്തുന്നത് ശരിയല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ കിട്ടിച്ചാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറ്. അത് കണ്ണൂർ ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. പക്ഷേ ആ ഒരു ബിരിയാണി കഴിക്കുമ്പോഴാണ് എനിക്ക് അതായത് എനിക്കും ഏട്ടനൊക്കെ ഒരു പെർഫെക്റ്റ് കിട്ടുക. വേറെ ടേസ്റ്റ് പരീക്ഷിക്കുമ്പം അതാർക്കും കുട്ടികൾക്കായാലും അത്ര ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ ഈ റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഇതാ ചോറ് അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട്. മട്ടൻ്റെ മസാലയൊക്കെ റെഡിയാക്കി പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചി കഴിഞ്ഞു. അതിനുശേഷം ദമ്മിടുവാണ്. ഏട്ടനിതാ അതിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത്. വലിയ പാത്രം ആയതുകൊണ്ട് പിന്നെ കുറച്ച് മട്ടനെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പം കുറച്ച് മട്ടൺ അതിലേക്കുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടു. പിന്നെ അത് നല്ലപോലെ ഒന്ന് ലെവലാക്കിയിട്ട് മല്ലിയിലയും പിന്നെ പുതിനയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എടുത്തു വെച്ച മട്ടനിലേക്ക് അതിലിടുക. അങ്ങനെ പിന്നെയും അതിലേക്ക് പിന്നെയും ചോറ് ഇടുക. അങ്ങനെ ഇട്ടു. പിന്നെ 2 ലെയറായിട്ട് ഇട്ടിട്ടുള്ളൂ. കുറേ ലെയറൊന്നും ഇട്ടില്ല. 2 ലെയറേ ഇട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മല്ലിയിലൊക്കെ ഇടിച്ച് എണ്ണ ഒന്ന് ലെവലാക്കുന്നുണ്ട്. പിന്നെ എടുത്തു വെച്ച മട്ടൻ ഇത് അതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവാള വാട്ടിയത് ഈ സംഭവങ്ങളൊന്നും ഞാൻ ഇടാറില്ല. ഞങ്ങൾ ഇടാറില്ല. കാരണം അതിന് ഇത്തിരി മെനക്കേടാണല്ലോ അതൊക്കെ വാട്ടിയെടുക്കാനും സവാള വാട്ടിയെടുക്കാനൊക്കെ. പിന്നെ അത് പിള്ളേർക്കായാലും അത് അങ്ങനെ ബിരിയാണിയിൽ അത് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല അവർക്ക്. കിട്ടിക്കഴിഞ്ഞാലും സൈഡിലെടുത്ത് വെക്കലാണ്. അല്ലാതെ വെള്ളത്തിലൊക്കെ ഇട്ടിച്ച് ബദാമൊക്കെ കൊടുത്ത് ഞങ്ങൾ കഴിക്കും. അപ്പോൾ ആ സാധനങ്ങളൊന്നും ഇടാത്തൊരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇടാറുണ്ടാവുമായിരിക്കുമല്ലോ. സാധാരണ ബിരിയാണി എവിടെ നിന്നെങ്കിലും പോയി കഴിക്കുമ്പോൾ ആ ഒരു വാട്ടി സവാളേൻ്റെ മണമാണ് കേട്ടോ എപ്പോഴും മുന്നിൽ നിൽക്കുക. പക്ഷെ ഞങ്ങളത് വാട്ടാറില്ല, ഇടാറില്ല. ഞങ്ങൾ ബിരിയാണി ഇതാണ്. ഇതിൽ തന്നെ ആണ് ഞങ്ങൾക്ക് എന്താ പറയണ്ടേ ഇഷ്ടം, കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഇതാ ലാസ്റ്റത്തെ ചോറും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ബിരിയാണിയുടെ ഇഷ്ടം എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറ്, ഏത് തരത്തിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ പരിപാടിയാണ് കേട്ടോ. കുറച്ച് ചോറിൻ്റെ പാത്രത്തിൽ കുറച്ച് ചോറും വെച്ച് കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടാ എല്ലാവരും കഴിക്കും. അപ്പോൾ പാറൂട്ടിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ ചോറെടുത്തിട്ട് അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഏട്ടൻ കഴിച്ചു, പാറൂട്ടിയും കഴിച്ചു. പിന്നെ അടുത്ത പരിപാടി സലാഡ് ഉണ്ടാക്കലാണ് കേട്ടോ.
സലാഡ് ഉണ്ടാക്കാൻ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ ഫുള്ളിലിട്ടതാണ്. ഉള്ളിയും തക്കാളിയും ഒരു കുഞ്ഞ് പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തൈരിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ എന്താ പറയണ്ടേ സാധനങ്ങളിലെ ഉപ്പിട്ട് പിന്നെ തൈര് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് പിന്നെ ഞാൻ അവിടെ തള്ളി മറിക്കുന്നുണ്ട്. ഡെന്നി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ നാളെ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ റൂമിൽ ചേട്ടന്മാരൊക്കെ നാട്ടിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ അവൻ അവിടെ ഒറ്റക്കാണ്. അപ്പോൾ നാളെ ഇവിടുന്ന് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതാ അപ്പോൾ ഡെന്നിയാണ് അവിടെ എൻ്റെ വർത്തമാനം പറയുന്നത്. ക്യാമറേൻ്റെ ബിഹൈൻഡിൽ അവനുണ്ട്. അവന് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ യാതൊരു ഇഷ്ടമില്ല. അപ്പോൾ അതിനോട് ഞാൻ നിർബന്ധിക്കാറുമില്ല. അപ്പോൾ അവന് അവിടെ ഇരുന്ന് തള്ളുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ തള്ളുന്നുണ്ട്. അപ്പോൾ ഇതാ ചാട്ട് മസാല ഇടുന്നുണ്ട് കേട്ടോ. ചാട്ട് മസാല എൻ്റെ കാര്യം കയ്യിലൊക്കെ ഇട്ട് നോക്കുന്നത് ഈ ഡിസംബർ വരെ കേട്ടോ ചാട്ട് മസാലയ്ക്ക് ഡേറ്റ് ഉള്ളൂ. അപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളിതാ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ വേറെ എന്താ വിശേഷം? അപ്പോൾ നിങ്ങളുടെ ബിരിയാണിയുടെ റെസിപ്പിയും നിങ്ങളെങ്ങനെയാണ് സലാഡൊക്കെ ഉണ്ടാക്കുമെന്ന് പറയാം. ഞങ്ങൾ ജസ്റ്റ് ഇതൊക്കെ മുറിച്ച് അതിലേക്ക് തൈരൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇടും. പിന്നെ പച്ചമുളക് അധികം മുറിച്ചിടാറില്ല, കാരണം കുട്ടികൾക്ക് എരിവാകുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളിതാ നിലത്തിരുന്നിട്ടാണ് കേട്ടോ എല്ലാ സമയത്തും കഴിക്കാറ്. ഒരു പായയുണ്ട്, അപ്പോൾ പായയിലിരുന്നിട്ട് ഇങ്ങനെ കഴിക്കാറാണ്. ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അവർ ഇതേപോലെ തന്നെ നിലത്തിരുന്നിട്ടാണ് കഴിക്കാൻ. ഡൈനിങ് ടേബിൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പാറൂട്ടിയുണ്ട്, അച്ഛനുണ്ട്, ഡെനിയുണ്ട്, ദേവൂട്ടിയുണ്ട്, ഇതാ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി നല്ല ചൂട് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ പോയത്. അപ്പോൾ പോയപ്പോൾ മക്കൾസിന് ഐസ്ക്രീം വേണം. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് ഇതാ ദേവനും പാറുവിനും ഏട്ടൻ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എന്ത് വീഡിയോ അടുത്തിടെ നമുക്ക് നാളെ കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു. ചേട്ടാ ബൈ, സീ യു.